ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പുതിയൊരു വ്ളോഗായിട്ട് ഞാൻ വന്നേക്കാണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് ഇങ്ങനെ ഇടം പിരിഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു കിച്ചൺ ടൂർ പ്ലസ് ഒരു ലഞ്ച് കുക്കിംഗ് വ്ളോഗ് കൂടെയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ എൻ്റെ കിച്ചണിലേക്ക് പോവാണ്. അപ്പോൾ ഞാനിവിടെ ഡോറിൻ്റെ അവിടെ ഒരു ഹാങ്ങിങ്ങും പിന്നെ ഒരു കുഞ്ഞ് കിറ്റീനെയും വെച്ചിട്ടുണ്ട്, ഹലോ കിറ്റീനെ. പിന്നെ ഒരു ഹാങ്ങിങ് കിച്ചൺ ദി ഹേർട്ട് ഓഫ് ദി ഹോം എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ ഷീനിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഞാൻ ദേ അങ്ങനെ ഡോറ് തുറക്കാൻ പോവാണ്. പിന്നെ എൻ്റെ കിച്ചൺ ഒരുപാട് വലുതല്ല, മീഡിയം ഒരു ഇതേ ഉള്ളൂ. എൻ്റെ ഡേ ഇൻ മൈ ലൈഫൊക്കെ വീഡിയോസ് കണ്ട ആൾക്കാർക്ക് ചിലപ്പം കുറേയൊക്കെ കിച്ചണും വീടുമൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കബോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴെയും കബോർഡ്സ് ഉണ്ട്, മുകളിലുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഓപ്പണാക്കി കാണിക്കാം. ഒരാൾ അതിൻ്റെ ഇടയ്ക്ക് ഫുൾ ബഹളം വെച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൈഡിൽ തന്നെ, ഡോറിൻ്റെ സൈഡിൽ തന്നെ എൻ്റെ ഈ ഒരു ഏപ്രിൻ ഇട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ എപ്പോൾ കുക്ക് ചെയ്താലും എൻ്റെ ഡ്രസ്സിൽ മൊത്തവും, അതുകൊണ്ട് ഇതിട്ടിട്ടായിരിക്കും ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റ് കബോർഡ് തുറക്കുമ്പോൾ അതിൽ കുറേ ഡിസ്പോസിബിൾ പ്ലേറ്റ്സ്, ഗ്ലാസ്, പിന്നെ ഹാൻഡ് വാഷ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെയാണ് ഞാൻ അവിടെ വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ താഴത്തെ കബോർഡിൽ എൻ്റെ ഓയിൽ, കോക്കനട്ട് ഓയിലും ഒലീവ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, അങ്ങനെ ഓയിൽ ആയിട്ട് ബന്ധപ്പെട്ട ലിക്വിഡ് ഐറ്റംസ് അങ്ങനെ കുറേയാണ് അവിടെ വെച്ചേക്കുന്നത്. പിന്നെ താഴെ ഞാൻ അരിപ്പൊടിയും അരിയും അങ്ങനത്തെ പലചരക്ക് സാധനങ്ങളൊക്കെയാണ് ഞാൻ അവിടെ എല്ലാം വെച്ചേക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ ആ ഒരു സ്പേസിൽ ഞാൻ എൻ്റെ ഓവൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലുള്ള ഈ ഒരു ക്ലോത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ 5 റിയാൽ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അവിടെ നിന്ന് മേടിച്ചതാണ് ഈ ഒരു പ്ലാന്റും. അത് ഫേക്ക് പ്ലാന്റ് ആണ്, അതും ആ ഒരു ക്ലോത്തും. പിന്നെ അതിൻ്റെ മുതൽ ടിഷ്യൂ വെച്ചിട്ടുണ്ട്. താഴെയുള്ളൊരു കബോർഡാണ്. അപ്പം ഇവിടെയാണ് ഗ്യാസ് സിലിണ്ടർ വെച്ചേക്കുന്നത്. ചില ഇതിങ്ങനെ സെപ്പറേറ്റ് ആക്കി വെക്കുന്നതാണ്. ഇത് പക്ഷേ അകത്തുനിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഗ്യാസ് സിലിണ്ടർ. അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പഴയൊരു മിക്സി, പിന്നെ ടൈഡ്, സോപ്പ് പൊടി, അങ്ങനെ കുറേ ഒക്കെയാണ് അവിടെ വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കുക്കിംഗ് റേഞ്ചിൻ്റെ സ്പേസാണ്. അപ്പോൾ അവിടെ ഞാൻ കുക്കിംഗ് റേഞ്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നടുക്കത്തെ ഒരു സ്വിച്ച്, വലിയ ഫ്ലെയിം ഉള്ളതിൻ്റെ ആ സ്വിച്ച് ഇഫ്രു ഒടിച്ച് കളഞ്ഞ്. അപ്പോൾ ഇഫ്രുവിന് ഇപ്പോൾ കൈ എത്തുന്നതുകൊണ്ട് അവിടെയൊക്കെ വന്ന് പിടിച്ച് വലിക്കലൊക്കെയാണ് പരിപാടി. പിന്നെ ഇതിൻ്റെ നേരെ തന്നെ ഒരു കബോർഡുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഗ്യാസ് സിലിണ്ടറിൻ്റെ മുകളിലായിട്ടും ഒരു കബോർഡുണ്ട്, ഓവനൊക്കെ വെച്ചേക്കുന്നതിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ ഇവിടെ എൻ്റെ സ്പൈസസ്, പൗഡേഴ്സ് എല്ലാമാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനെ എല്ലാ പൊടികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ കബോർഡിൽ ഞാൻ വെച്ചേക്കുന്നത് എൻ്റെ സ്നാക്ക് ഐറ്റംസ് ഒക്കെയാണ്. അപ്പോൾ ഇഫ്രൂന് വേണ്ടിയിട്ട് പെട്ടെന്ന് ബിസ്ക്കറ്റും അങ്ങനെ ഇങ്ങനെ കുറേ സാധനങ്ങൾ, നട്ട്സ്, അതെല്ലാം ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ളൊരു കബോർഡ്, താഴെ ഒരു 4 കബോർഡ്സ് ഉണ്ട്. അതിൻ്റെ തന്നെ തൊട്ടിപ്പുറത്തുള്ള കബോർഡിൽ ഞാൻ പ്ലേറ്റും ഗ്ലാസും പിന്നെ ഇഫ്രൂൻ്റെ ബോട്ടിലും അങ്ങനെയെല്ലാം ഇവിടെ വെച്ചേക്കുന്നത്. പ്ലേറ്റ്സൊക്കെ ഞാൻ മാറ്റി അറേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും മാറ്റി വെക്കണം. ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ആ പ്ലേറ്റ്സൊക്കെ അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ താഴത്തെ ഇതിൽ ഞാൻ എൻ്റെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളും എന്താ പറയുക, ബാക്കി കുക്കിംഗ് ചെയ്യുന്ന എല്ലാ പാത്രങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. മിക്സിൻ്റെ ജാറ് അങ്ങനെയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ അവിടെ ഞാൻ സ്പൂണും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കിച്ചൺ സിങ്കിന് താഴെയായിട്ടുള്ള കബോർഡിലാണ്. അതിനകത്ത് ഞാൻ കുക്കറും ചട്ടിയും പിന്നെ വേസ്റ്റ് ഇടുന്ന കവറും അതെല്ലാം അവിടെ വെച്ചേക്കുന്നത്. മിക്സിൻ്റെ ജാറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് തൊട്ട് അപ്പുറത്തായിട്ട് എയർ ഫ്രയറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ വെള്ളത്തിൻ്റെ ക്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സൈഡിൽ സവോള, കിഴങ്ങ്, അങ്ങനെ കുറേ. പിന്നെ അവിടെ വേസ്റ്റ് ഇടുന്ന ആ ഒരു ഡസ്റ്റ്ബിൻ അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എയർ ഫ്രയർ ഈ അടുത്താണ് മേടിച്ചത്. അതുകൊണ്ട് ഈ ഒരു സൈഡ് ഞാൻ ഇപ്പോഴാണ് സെറ്റ് ചെയ്തത്. അതിനു മുൻപ് നേരത്തെ താഴെ ഇരിക്കുന്ന ഒരു വെജിറ്റബിളൊക്കെ വെക്കുന്ന ആ ഒരു ബാസ്ക്കറ്റിൻ്റെ മുകളിലായിരുന്നു ഇരുന്നത്. അപ്പോൾ അതെടുത്ത് ഞാൻ താഴോട്ട് വെച്ചിട്ട് അവിടെ എയർ ഫ്രയറൊക്കെ വെച്ച് ഇപ്പോഴാണ് ഞാൻ കുറച്ച് ചെടി, ഈ ഒരു മണി പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് സെറ്റാക്കിയത്. പിന്നെ ഈ ഒരു പ്ലാന്റ് ഞാൻ ഇതുപോലെ 5 റിയാൽ ഷോപ്പിൽ നിന്ന് മേടിച്ചത് ഫേക്ക് പ്ലാന്റ് ആണ്. അപ്പോൾ ആ ഒരു സൈഡ് ഞാൻ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ എയർ ഫ്രയറും കുറച്ച് ചെടികളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡ്രോയർ, ഇവിടെ 4 ഡ്രോയറുണ്ട്. അപ്പോൾ അതിൽ 2 ഡ്രോയറേ ഞാൻ യൂസ് ആക്കുന്നുള്ളൂ. അതൊന്നിൽ ഞാനിങ്ങനെ അരിപ്പ, നമ്മുടെ കുറേ കൊച്ചു ബൗൾസ് അങ്ങനത്തെ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് താഴെ ഓവനിൽ വെക്കുന്ന എൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അതും ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കബോർഡിൽ നമ്മൾ ഈ ബോക്സസ് ഒക്കെ കിട്ടുമല്ലോ. ഞാൻ അങ്ങനെ ഈ സാധനങ്ങൾ മേടിക്കുന്ന ചില ബോക്സൊന്നും കളയാറില്ല. അതെല്ലാം ഞാൻ അതിൻ്റെ സൈഡിലോട്ടിട്ട് തൂക്കും. അപ്പോൾ അങ്ങനെ എടുത്തത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു കിച്ചൺ ടൂർ എന്ന് പറഞ്ഞാൽ. പിന്നെ അതിൻ്റെ ക്യാൻ്റെ ഒക്കെ അപ്പുറത്തായിട്ട് ഫ്രിഡ്ജും ഇരിപ്പുണ്ട്. അപ്പോൾ കുറേ എന്താ പറയുക, ഞാൻ കുറേ ആഗ്രഹിച്ചിട്ട് മേടിച്ചൊരു ഫ്രിഡ്ജാണ്. എനിക്കിങ്ങനെ ഡബിൾ ഡോറിൻ്റെ തന്നെ വലിയ ഫ്രിഡ്ജ് വേണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജ് ടൂറായിട്ട് ഞാൻ വേറെ ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജ് ഇപ്പോൾ തുറന്നൊന്നും കാണിക്കുന്നില്ല. ഫ്രിഡ്ജ് ടൂറായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്.
അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ ഒരു കിച്ചൺ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് കിച്ചണാണ്. പിന്നെ ഞാൻ അവിടെ സ്പൂണും കട്ടിംഗ് ബോർഡ്സ് കത്രിക അതെല്ലാം ഞാൻ ആ സൈഡിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുട്ടി കിച്ചൺ ടൂറ്. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും, ഇപ്പോൾ രാവിലെയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, രാവിലെ തന്നെ ഇങ്ങനെ കിച്ചൺ ഫുൾ ക്ലീൻ ആയിട്ട് കിടക്കുമ്പോൾ എനിക്ക് എപ്പോഴും കുക്ക് ചെയ്യാനായിട്ടൊരു പോസിറ്റീവ് എനർജി വരും. കുക്ക് ചെയ്യാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് വരും. രാവിലെയൊക്കെ ഇങ്ങനെ ഫുൾ ക്ലീൻ ആയിട്ട് കിടക്കുമ്പോൾ എനിക്ക് കിച്ചൺ എപ്പോഴും അത്യാവശ്യം ക്ലീൻ ആയിട്ട് കിടക്കണം. ഇല്ലെങ്കിൽ എനിക്ക് തന്നെ മടി പിടിക്കും കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അറബിക് ലഞ്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ചിക്കൻ ഗ്രില്ലും പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഗ്രില്ലാക്കിയിട്ട് അങ്ങനെ കുറച്ച് ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സവോളയും തക്കാളി പിന്നെ ഹാഫ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഗ്രില്ല് ചെയ്യാനായിട്ട് അതെടുക്കാം. പിന്നെ ബ്രൊക്കോലി, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുക്കണം. ഇന്ന് ഉച്ചയ്ക്ക് അപ്പോൾ ചോറ്, എല്ലായ്പ്പോഴും ചോറല്ലേ വെക്കുന്നത്, ഇന്നപ്പം ചോറ് വെക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇത് ആക്കാമെന്ന് കരുതി, ഒരു അറബിക് ലഞ്ച് ആക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ഞാൻ ക്യാപ്സിക്കം അതുപോലെ എടുക്കുന്നുണ്ട്, ക്യൂബ്സാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ആക്കാം, മഷ്റൂംസ് ഗ്രില്ല് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഗ്രില്ല് ചെയ്യുന്നത് ഞാൻ എയർ ഫ്രയറിലാണ്. ഇന്ന് എയർ ഫ്രയറിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ചിക്കനും ഇതൊക്കെ ഗ്രില്ല് ചെയ്യാനും കൂടി പോവുകയാണ്. എയർ ഫ്രയർ കുക്കിംഗ് വ്ളോഗാണ് ഇവിടെ. പിന്നെ തക്കാളി എടുക്കുമ്പോൾ അതിലെ ഉള്ളിലെ സീഡൊക്കെ എടുത്ത് മാറ്റിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനൊരു ഹാഫ് തക്കാളിയും കൂടെ എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രോക്കോലി എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രോക്കോലി. അപ്പോൾ ഞാൻ അതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അത് രണ്ടാക്കി ജസ്റ്റ് കട്ട് ചെയ്തിട്ടാൽ മതി. അങ്ങനെ ഞാൻ ഈ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ടൊന്ന് സീസണിങ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്, പിന്നെ കുരുമുളക് പൊടിയുണ്ട്, പിന്നെ ഹെർബ്സായിട്ട് നമുക്ക് തൈം അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ചേർക്കാം. ഞാനിപ്പം ഒറിഗാനോ ആണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിൽ കുരുമുളക് പൊടി ഉപ്പ് മാത്രം ഇട്ടാലും മതി. പിന്നെ നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതുകൊണ്ട് നമ്മളതിൽ എയർ ഫ്രയറിൽ കൂടെ ആയതുകൊണ്ട് അത് ഓയിലൊന്നും യൂസ് ആക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒലിവ് ഓയിൽ എടുത്തിട്ട് ഒരു സ്പൂണൊക്കെ ഓയിൽ മതിയാവും. അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ അവിടെ വന്നിട്ട് ഫുൾ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ട് കൊടുക്കാം, നമ്മുടെ ഇഷ്ടം പോലെ അത് സീസണിങ് ചെയ്തെടുക്കാം വെജിറ്റബിൾസൊക്കെ. ഇപ്പം ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു, പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ തന്നെ ഒറിഗാനോ എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. അതും എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് കുറച്ചുകൂടെ നേരത്തെ വേണമെങ്കിൽ മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒന്നും കൂടെ എല്ലാ ഉപ്പൊക്കെ പിടിച്ചിട്ട് ഒന്നുകൂടെ നല്ല സെറ്റാവും. ഞാനിപ്പോൾ ഗ്രിൽ പോകുന്നതിന് കുറച്ച് മുമ്പാണ് ഈ വെജിറ്റബിൾസൊക്കെ എടുത്തത്. പിന്നെ ഞാൻ ഒരു സ്പൂൺ ഒലീവ് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒലീവ് ഓയിൽ ഇപ്പോൾ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സൺഫ്ലവർ ഓയിലൊന്നും ഞാൻ അങ്ങനെ യൂസ് ആക്കിയിട്ടില്ല. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒലീവ് ഓയിൽ യൂസ് ആക്കുന്നതായിരിക്കും നല്ലത്. സാലഡ്സിലൊക്കെ ആണെങ്കിൽ കൂടുതൽ ഒലീവ് ഓയിലാണല്ലോ യൂസ് ആക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 5 മിനിറ്റത്തേക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പൊട്ടറ്റോയും കൂടെ ഫ്രൈ ആക്കുന്നുണ്ട്. അപ്പോൾ പൊട്ടറ്റോ ഞാൻ നേരത്തെ ഇതുപോലെ ഒലിവ് ഓയിലും ചില്ലി ഫ്ലേക്സും കുറച്ച് ഉപ്പ് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഇങ്ങനെ വെള്ളം വരുമല്ലോ അതിൽ നിന്ന്. അപ്പോൾ അതൊന്ന് കുറച്ച് ടിഷ്യൂ വെച്ചിട്ടൊന്ന് ഒപ്പിയെടുത്ത് കളയണം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഗ്രില്ലാക്കി എടുക്കണം, ഈ വെജിറ്റബിൾസും എല്ലാം. അപ്പോൾ അങ്ങനെ പൊട്ടറ്റോയും ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ മെയിനായിട്ട് ചിക്കൻ ഗ്രില്ലാക്കാനായിട്ട്. അപ്പോൾ ചിക്കനിൽ വേണ്ടിയിട്ട് ഞാൻ മസാല തേച്ച് ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് വെച്ചത്. ഒരു 3 മണിക്കൂർ മിനിമം ചിക്കനിൽ മസാല തേച്ചിട്ട് വെക്കണം. അപ്പോൾ ചിക്കനിൽ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ചെറിയ ജീരകം പൊടിച്ചതും കുരുമുളക് പൊടി ഗരം മസാല പിന്നെ തൈര് പിന്നെ കസൂരി മേത്തി ഉണ്ടെങ്കിൽ അതും ഇടണം. പിന്നെ കുറച്ച് ഒലീവ് ഓയിൽ, അതിന് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചതാണ്. അപ്പം രാത്രിയിൽ ഞാൻ മസാലയൊക്കെ തേച്ചിട്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇപ്പോൾ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. രാവിലെ ആണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കനിൽ ഇപ്പോൾ അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഗ്രില്ല് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എയർ ഫ്രയർ ഒന്ന് 15 മിനിറ്റത്തേക്ക് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 200 ഡിഗ്രിയിൽ വെച്ചിട്ട് വേണം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട്. ഇതിനകത്തൊരു ടൈം 15 മിനിറ്റൊക്കെയാണ്. അപ്പോൾ അത്രയും ടൈം ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു എയർ ഫ്രയറിൻ്റെ കൂടെ കുറേ റെസിപ്പീസ് ഉള്ളൊരു ബുക്കും അതിൽ സ്നാക്സും സ്റ്റാർട്ടറും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഓരോ റെസിപ്പിയായിട്ട് ഞാൻ വിചാരിച്ചു ഓരോ ദിവസമൊക്കെ ഈ ഒരു റെസിപ്പിയായിട്ട് ട്രൈ ചെയ്തൊക്കെ നോക്കാമെന്ന്. ഈ ഫ്രൈസൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഗ്രിൽ ചിക്കൻ്റെയും ഒക്കെ കുറേ റെസിപ്പീസ് ഉണ്ട്.
എന്തായാലും എയർ ഫ്രയറിൽ ഓരോ റെസിപ്പി ആയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് ഗ്രിൽ ചിക്കനിൽ നിന്ന് തുടങ്ങാം ഫസ്റ്റ്. അപ്പോൾ അങ്ങനെ എൻ്റെ എയർ ഫ്രയർ ഇതേ പ്രീ ഹീറ്റഡ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഞാനപ്പം പൊട്ടറ്റോ ഫ്രൈ ആക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ദേ ബാസ്ക്കറ്റ് എടുക്കുന്നത് അത്യാവശ്യം നല്ല ചൂടായിട്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു സിലിക്കൺ ഈ ഒരു ഓയിൽ സ്പ്രെഡാക്കുന്ന ഇത് വെച്ചിട്ട് ഞാൻ ഒരു സ്പൂണൊക്കെ ഒലിവ് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അതിലെല്ലാം നന്നായിട്ട് എല്ലായിടത്തും നന്നായിട്ട് ഒന്ന് തേച്ച് കൊടുക്കണം ഒലിവ് ഓയിൽ. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ പൊട്ടറ്റോസൊക്കെ വെച്ച് കൊടുക്കാം. അപ്പം നന്നായിട്ട് ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് പൊട്ടറ്റോ ഫ്രൈ ആക്കുന്നത്. പക്ഷെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 180 അല്ല, ഒരു 200 ഡിഗ്രിയിലൊരു 20 മിനിറ്റ്സ് ഞാനിപ്പം വെക്കുന്നുണ്ട്. പ്രീ ഹീറ്റഡ് എയർ ഫ്രയറിലാണ് 200 ഡിഗ്രിയിലൊരു 20 മിനിറ്റ്സ് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നോക്കണം. ഞാനിങ്ങനെ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതിൽ വെച്ചാലും ബാക്കി ടൈമിൽ തന്നെ അങ്ങനെ കണ്ടിന്യൂ ആയി പൊക്കോളും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ തിരിച്ച് അതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുക്കാവാനുണ്ടായിരുന്നു. അപ്പം അതിനൊരു 10 മിനിറ്റ് കൂടെ 5 മിനിറ്റ് കൂടെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ പൊട്ടറ്റോസൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് ഞാൻ ഇതിൽ വെക്കാൻ പോകുന്നത്, അപ്പോൾ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഞാൻ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ താഴെയൊക്കെ ഇതിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആ താഴെയായിട്ട് അതിൻ്റെ മുകളിലുള്ള ബാസ്ക്കറ്റ് മാറ്റിയിട്ട് താഴെയായിട്ട് ഞാൻ അലുമിനിയം ഫോയിൽ വെച്ച് കൊടുക്കണം. നമ്മൾ ചിക്കൻ ഗ്രിൽ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ ആണെങ്കിലും ഓയിൽ വരുമല്ലോ. അപ്പോൾ കുറച്ചുകൂടെ ക്ലീൻ ചെയ്യാനായിട്ടും കൂടെ എളുപ്പമാണ് ഇങ്ങനെ അലുമിനിയം ഫോയിൽ വെക്കുമ്പം. അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു ബാസ്ക്കറ്റ് വെച്ച് കൊടുത്തു. എന്നിട്ട് പിന്നെ കുറച്ചുകൂടെ ഒലിവ് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തു. പിന്നെ നമ്മൾ ചിക്കനെല്ലാം വെച്ച് കൊടുക്കാം. ചിക്കൻ ഗ്രിൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ലെഗ് പീസായിട്ട് വന്നിട്ടുള്ള വലിയ പീസായിട്ടാണല്ലോ. ഞാൻ ഈ ചിക്കൻ മേടിച്ചത് വല്ല ബിരിയാണി വെക്കാം, അല്ലെങ്കിൽ ചിക്കൻ കറി എന്തെങ്കിലുമൊക്കെ ആക്കാം എന്ന് കരുതിയിട്ട് മേടിച്ചതാണ്. പിന്നെ പെട്ടെന്നൊരു ഇത് തോന്നിയതാണ് ചിക്കൻ ഗ്രില്ല് ചെയ്ത് നോക്കാം, എയർ ഫ്രയറിലൊന്ന് ഗ്രില്ല് ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെയാണ് ഇപ്പം ഞാൻ മസാലയൊക്കെ തേച്ച് രാത്രി സെറ്റാക്കാനായിട്ട് വെച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ചിക്കൻ എല്ലാം നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഈ എയർ ഫ്രയറിൽ 2.5 കിലോളം നമുക്ക് വെക്കാൻ പറ്റും. അത്രയും ഡബിൾ XL സൈസാണ് ഈ എയർ ഫ്രയർ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 200 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് ഞാൻ ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ടാവും എല്ലാത്തിൻ്റെ. അപ്പോൾ ചിക്കൻ്റെ ഓപ്ഷനിലാണ് അങ്ങനെ വെച്ചത്. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു സൈഡ് തന്നെ നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ കഴിയുമ്പം തിരിച്ചിട്ട് കൊടുക്കണം. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടു. അതൊരു 180 ഡിഗ്രിയിലൊരു 12 മിനിറ്റ്സ് ഒക്കെ മതിയാവും. അപ്പോൾ 12 മിനിറ്റ്സും വേണ്ട. അങ്ങനെ വെജിറ്റബിൾസൊക്കെ ഗ്രില്ല് ചെയ്ത് അപ്പോൾ ഞാൻ പൊട്ടറ്റോയും വെജിറ്റബിൾസ് എല്ലാം കൂടെ മിക്സ് ആക്കി എടുത്തു. അങ്ങനെ നമ്മുടെ ചിക്കനും വെജിറ്റബിൾസും ഒക്കെ റെഡി. അപ്പോൾ ഇന്നത്തെ ഒരു അറബിക് ലഞ്ച് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഹമ്മൂസ് കൂടെ ഞാനൊന്ന് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ അപ്പോൾ വരാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പ്ലേറ്റിങ് ചെയ്തെടുക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെയാണ് കുബൂസും ഹമ്മൂസും പിന്നെ അതേപോലെ ചിക്കനും എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.